ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡ്, കീം തുടങ്ങി വിവിധ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി ബ്രില്യൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന കുറച്ച് മിടുക്കന്മാരും മിടുക്കികളുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവരെ ഓരോരുത്തരായി പരിചയപ്പെടാം. എന്താ പേര് മോനെ? എൻ്റെ പേര് ഗൗതം എന്നാണ്. എൻ്റെ പേര് ആരോൺ. എൻ്റെ പേര് അഭിനന്ദ്. എൻ്റെ പേര് നന്ദന. എൻ്റെ പേര് ശ്രേയ ദേവരാജ്. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു ഓരോ ആൾക്കാരുടെയും ഈ എൻട്രൻസ് ജേർണി എന്ന് പറയുന്നത്? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? എങ്ങനെയാണ് മോഡ് ഓഫ് സ്റ്റഡി? എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുമോ? ഞാനിവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പഠിച്ചിരുന്നത്, പാലയിൽ. അപ്പം ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അതെല്ലാം അന്ന് തന്നെ പഠിക്കും. പിന്നെ നമുക്ക് വീക്ക്ലി എക്സാംസൊക്കെ ഉണ്ടാവും, അപ്പം അതിനൊക്കെ പ്രിപ്പയർ ആവുക. പിന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസും എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. എക്സാംസും എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഞാനിവിടെ കഴിഞ്ഞ ജൂലൈയിലാണ് ജോയിൻ ചെയ്തത്. മെയിൻസ് ബാച്ചിൽ റിപ്പീറ്റർ ആയിരുന്നു. അത് ദിവസം എടുക്കുന്ന കാര്യങ്ങൾ അതേ ദിവസം പഠിക്കും. അല്ലാണ്ട് കൂടുതൽ പ്രിപ്പറേഷൻസ് കാര്യമായിട്ട് ആദ്യ ദിവസങ്ങളിലൊന്നും ഉണ്ടായില്ല. പിന്നെ കൂടുതലായിട്ട് ഇവിടെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് ഇവിടുത്തെ എക്സാം സീരീസ് ആയിരുന്നു. അതാണ് ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ എന്നെ പ്രധാനമായിട്ട് സഹായിച്ചത്. ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലാണ് പഠിച്ചത്. പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം കോച്ചിങ് ആയിരുന്നു. സോ ഞാൻ പഠിക്കുന്നത് ചാവറയിലാണ്, ചാവറ പബ്ലിക് സ്കൂൾ പാല. സോ 2 വർഷം ബ്രില്യൻറ്റിൻ്റെ പല എക്സാംസും പല ക്ലാസ്സുകളും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലാസ്സിലെ മെൻറ്റേഴ്സും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. സോ അവരുടെ നല്ലൊരു ഗൈഡൻസിലൂടെയാണ് നല്ലൊരു റിസൾട്ട് നേടാൻ സാധിച്ചത്. ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലാണ് പഠിച്ചത്. ചാവറ പബ്ലിക് സ്കൂൾ പഠിച്ചു. അതിൻ്റെ കൂടെ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് കിട്ടി. എനിക്ക് ഇങ്ങനെ ഒരു വിജയം വരിക്കാൻ സാധിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ അവരുടെ നല്ലൊരു കോച്ചിങ് ആണ്. അവർക്ക് അവരുടെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി വന്നു കഴിയുമ്പോൾ അവർ എല്ലാ തവണയും മോഡൽ എക്സാമുകളും എല്ലാം നടത്തും. പിന്നെ അവരുടെ വർക്ക് ബുക്ക് എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനിവിടുത്തെ ഒരു റിപ്പീറ്റർ ആയിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വലിയ ബേസ് ആയിട്ടൊന്നുമല്ല, ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർ എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലെ കെയർ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും മികച്ച റാങ്കിലേക്ക് എത്താൻ സാധിച്ചത്. ബിക്കോസ് എൻ്റെ മെൻറ്റേഴ്സും അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തതാണ്. വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ മാറിയുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നില്ല. ബിക്കോസ് അത്ര നല്ല മെൻറ്റർഷിപ്പും അതിനോളം ടീച്ചിങ്ങും ഉണ്ടായിരുന്നു. അക്കാഡമിക്സിലാണെങ്കിലും പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഒരു വ്യത്യാസം പോലും തോന്നിയില്ല. നല്ല ഫുഡ് പഠിക്കാൻ പറയുകയാണെങ്കിൽ സാറുമാരും ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പം ഇതിൽ 2 പേര് റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്, 3 പേര് റിപ്പീറ്റേഴ്സുമാണ്. അപ്പം നിങ്ങൾ കടന്നു പോയതും നിങ്ങൾ എഴുതിയ എക്സാംസും എല്ലാം സിമിലർ ആണ്. അപ്പോൾ ഓരോ എക്സാംസ് കഴിയുമ്പോഴും, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീക്ക്ലി എക്സാംസ് ഒക്കെ ആയിരുന്നു. പിന്നീട് അവസാനിക്കാറാകുമ്പോഴത്തേക്കും അത് മോഡൽ എക്സാംസ് ആയിട്ട് 1-2 ദിവസം ഇടവിട്ടായിരുന്നു പിന്നീട് എക്സാംസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടുമായിരുന്നോ ചെയ്തത്? എപ്പോഴും നിങ്ങൾക്കൊരു നല്ല മാർക്കൊന്നും കിട്ടിയെന്ന് വരത്തില്ല അല്ലേ? അപ്പം ചിലപ്പം കുറഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഒന്ന് ഓവർകം ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി ഒരു ബെറ്റർ വേർഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുത്തേ? എക്സാംസിൻ്റെ അവസ്ഥ പറയുമ്പോൾ കോൺഫിഡൻസ് ലെവലിനേക്കാളും കൂടുതൽ ബ്രില്യൻ്റ് തന്നെ ഓരോ വട്ടം മോക്ക് എക്സാമിൻ്റെ ലെവൽ മാറും. അപ്പോൾ മാർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുറയിലും കൂടുതലും ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെ വിളിച്ച് പറയണേക്കാളും നമ്മുടെ മെൻറ്റേഴ്സ് തന്നെയാണ് നമ്മളെ അവിടെ ഒരു സ്റ്റാൻഡ് സൈഡ് നിൽക്കുന്നുണ്ടാവുക. അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. എൻ്റെ മെൻറ്റർ ദീപു സാറായിരുന്നു. എനിക്ക് സാറിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് എന്തൊക്കെ ആയാലും വരണടുത്ത് വെച്ച് നോക്കാം, നീ കോൺഫിഡൻ്റ് ആയിരിക്കും. ബിക്കോസ് എത്രയൊക്കെ പഠിച്ചാലും ലാസ്റ്റ് എക്സാമിൽ പോയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് അത് കോൺഫിഡൻസിന് മാത്രം കഴിയാം. അതുകൊണ്ട് തന്നെ ഒട്ടും അറിയാത്ത ഒരാൾക്കും ഏറ്റവും അറിയണ ആൾക്കും ചിലപ്പോഴൊക്കെ ഒരേ മാർക്ക് വരാറുണ്ട്. അതൊക്കെ ജസ്റ്റ് കോൺഫിഡൻസ് നമുക്ക് പേപ്പറിൽ എത്രത്തോളം അത് എത്തിക്കാൻ പറ്റുന്നു, അതാണ് കാര്യം. അതെനിക്ക് ദീപു സാറ് ഏറെക്കുറെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഏറെക്കുറെ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. മെൽവിൻ സാർ, പിന്നെ ചിൻ സാറ്, പ്രവീൺ സാർ, കുറേ പേരുണ്ടെങ്കിൽ എല്ലാവരും പേര് പറയേണ്ടി വരികയാണ്. ബിക്കോസ് അവരില്ലെങ്കിൽ ഒട്ടും ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഏറെക്കുറെ ഉറപ്പാണ്. താങ്ക് യു. പറഞ്ഞ പോലെ തന്നെ എക്സാംസിന് ഇടയ്ക്കൊക്കെ മാർക്ക് കുറയും കൂടും. അതൊന്നും പിന്നെ ക്ലാസ് ടീച്ചറൊക്കെ വിളിച്ച് ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. ചിഞ്ചു മാം വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് എന്തുകൊണ്ട് കുറഞ്ഞു, ഇനി അടുത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ബിനിൽ സാറ് വിളിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഇവർ മെൻറ്റേഴ്സ് സപ്പോർട്ട് ചെയ്തു. പിന്നെ പേരൻസ് സപ്പോർട്ട് ചെയ്തു. പേരൻസിനും നമുക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറയുമ്പോഴും അവർ മൈൻഡ് ചെയ്യല്ല. അവർ പറയും അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതിയെന്ന്. അങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ടില്ലാതെ നമുക്ക് ഇവിടം വരെ ഒന്നും എത്താൻ പറ്റത്തില്ല. ഇപ്പം മോനെ സംബന്ധിച്ചിടത്തോളം മോന് സ്കൂളിലും കൂടെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? ഇത് രണ്ടും ഒരുമിച്ചാണ് പൊക്കോണ്ടിരുന്നത്. അപ്പം എങ്ങനെയാണ് അത് രണ്ടും ഒന്ന് ബാലൻസ് ചെയ്യുന്നത്?
ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് കൂടെ നടക്കുമ്പോൾ നമുക്ക് സ്കൂളും നോർമലായിട്ട് അങ്ങ് പോയിക്കോളും. സ്കൂളിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ബ്രില്യൻറ്റിലുള്ള നമ്മൾ ഹൈ ലെവലായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നമുക്കൊരു ഭയങ്കര ലോ ലെവലായിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ അത്രയായിട്ട് തോന്നും, ഈസി ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ വലിയ സ്കൂൾ ഭയങ്കര ഫോക്കസ് ചെയ്യേണ്ട, ആകെ നമുക്ക് ഇംഗ്ലീഷും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബയോളജി എടുക്കുന്ന അത് മാത്രം എക്സാം ടൈമിലൊക്കെ ആകുമ്പം ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ബാക്കിയെല്ലാം ബ്രില്യൻറ്റ് തന്നെ അങ്ങ് പോകുമായിരുന്നു. എനിക്ക് സെയിം എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സാം കഴിയുമ്പം മാർക്ക് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിൽ നമുക്ക് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ നമ്മൾ വീക്കായിട്ടുള്ള ടോപ്പിക്ക് വീണ്ടും പഠിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പേരൻസ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും, എൻ്റെ മെൻറ്റർ രാജൻ സാറായിരുന്നു. സാറാണെങ്കിലും വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു പോകുമ്പോഴും അത് എങ്ങനെ അത് ഫിക്സ് ചെയ്യാമെന്നുള്ള പല പല കാര്യങ്ങൾ സാർ പറഞ്ഞു തരുമായിരുന്നു. സോ സെയിം എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻസ് ബാച്ചിലായതുകൊണ്ട് തന്നെ വീക്കിലി എക്സാംസിലൊക്കെ നമ്മൾ ടോപ്പറായിരുന്നു. പക്ഷേ ഡിസംബർ തൊട്ട് ശരിക്കും മോഡൽ എക്സാം തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പിക്ചർ എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ആദ്യമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് മനസ്സിലായി ഇതിങ്ങനെയാണെന്നുള്ളത്. പിന്നെ എൻ്റെ ഹോസ്റ്റൽ വാർഡൻ തന്നെയായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് ഉണ്ടായിരുന്നത്, മെറു മിസ്. മിസ്സ് എല്ലാ കാര്യത്തിലും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിൽ നിന്നുണ്ടാവും, ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാലും കൂടെ തന്നെ ഉണ്ടാവും. അവർ സപ്പോർട്ട് എൻ്റെ ഒരു ജേണിയിൽ അത്രത്തോളം വിലപ്പെട്ടതായിരുന്നു. വീക്കിലി എക്സാംസിൽ മാർക്സിനെക്കാട്ടിലും നമ്മളെങ്ങനെ തിയറി എല്ലാം പഠിച്ചത് അപ്ലൈ ചെയ്യണം അതൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ മോഡൽ എക്സാംസ് വരുമ്പോഴേക്ക് അവരെല്ലാ ടൈപ്പും ഇട്ടിട്ടായിരുന്നു, ടഫും ഈസിയും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മാർക്സ് കുറയുമ്പോഴും ചിലപ്പോഴൊക്കെ വിഷമമൊക്കെ വരും. അപ്പോൾ ടീച്ചേഴ്സെല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു. എൻ്റെ വാർഡനാണ് അഞ്ജന ടീച്ചറും രഞ്ജിത ടീച്ചറും ആയിരുന്നു. അവർ നല്ല സപ്പോർട്ട് ചെയ്യായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ ദീപക് സാറും ബിനിൽ സാറും ആയിരുന്നു. അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് കിഷോർ സാറും റാവു സാറും ഒക്കെ നല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു പഠിക്കാനും. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം എക്സാമിൻ്റെ അത് എങ്ങനെ നമുക്ക് തെറ്റിപ്പോയതൊക്കെ എങ്ങനെ പഠിക്കാം അതിനെല്ലാം വേണ്ടിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത് എക്സാംസും ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെയും അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് വഴിയൊക്കെ ഇവിടുത്തെ വിക്ടറി ഡേനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒന്നിലെ നിങ്ങളുടെ സീനിയേഴ്സ് ഇവിടുത്തെ വിക്ടറി ഡേയിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ യൂട്യൂബിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ ഇതുപോലൊരു പ്രൗഡ് മൊമെൻറ്റിൽ വന്ന് നിന്ന് എൻ്റെ ഫാമിലീനെയൊക്കെ ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാനിവിടെ ചേർന്ന ദിവസം തൊട്ടേ ആഗ്രഹിക്കാൻ തുടങ്ങിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. എപ്പോഴും ഞാനിപ്പം മാർക്സ് കുറഞ്ഞു കാണിച്ചാലൊക്കെ നമ്മളെപ്പോഴും ആ ഒരു അന്നത്തെ ആ ദിവസം നമ്മളെ സ്റ്റേജിൽ നിൽക്കണ മൊമെൻറ്റ് അതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ്. എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ ദിവസത്തെ പറ്റിയിട്ട്. എൻ്റെ പരിചയത്തിലുള്ള കുറേ ആൾക്കാർ തന്നെ ഇവിടുത്തെ ടോപ്പേഴ്സായിട്ട് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ കണ്ടപ്പോഴും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ വാക്കുകളില്ല ഈ ഒരു നിമിഷത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. സോ ഹാപ്പി. നമ്മളിങ്ങനെ ഒരു ബാച്ച് ചേരുമ്പോൾ റിസൾട്ട് പ്രതീക്ഷയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. സോ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടി, ഹാപ്പിയാണ്. അതെ, ആഗ്രഹിച്ചായിരുന്നു ഇങ്ങനെ ഒരു വിക്ടറി ഡേക്ക് വരണമെന്ന്, അത് സാധിച്ചു. വിക്ടറി ഡേ ആയിട്ടായിരുന്നില്ല, എനിക്ക് വിക്ടറി ആയിരുന്നു താല്പര്യം. അതിന് വിചാരിച്ചത്ര റിസൾട്ടിൽ എത്താൻ പറ്റി. അതിന് ഭഗവാനും ബ്രില്യൻ്റൊക്കെ സഹായിച്ചു. അത് കാരണം ഇപ്പോൾ വിക്ടറി ഡേക്കും പങ്കെടുക്കാൻ പറ്റി. അതിന് ഒരുപാട് നന്ദി. അപ്പം നിങ്ങളെല്ലാം ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങളൊരു വിക്ടറി അച്ചീവ് ചെയ്തു, ഒരു വിക്ടറി ഡേയിൽ വന്ന് നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ഇനി ഫൈനലി എന്താണ് ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഓരോരുത്തരുടെയും ഫ്യൂച്ചർ പ്ലാൻ എവിടെ എത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻസ് കിട്ടിയിട്ടുണ്ടോ? ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയൂ. എൻ്റെ ഇപ്പോൾ ജോസ ഈ റൗണ്ടിൽ എനിക്ക് IIT പൂനെയിൽ കമ്പ്യൂട്ടർ സയൻസാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഫ്രീസ് ചെയ്തിട്ടില്ല, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ കുറച്ചുകൂടി നല്ല കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഈ അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത് IIT മദ്രാസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് കിട്ടിയത്. അതും ഫ്ലോട്ട് ചെയ്തേക്കുവാണ്. ഞാൻ IIT കോട്ടയത്ത് കമ്പ്യൂട്ടർ സയൻസാണ് ചൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് 4th റൗണ്ടിൽ കിട്ടിയത് IIT BHUവിൽ ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഫ്രീസ് ചെയ്തിട്ടില്ല. അടുത്ത റൗണ്ടിൽ നല്ലൊരു ഓപ്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് IIT ഖരഗ്പൂരിലെ മെക്കാനിക്കലാണ്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടട്ടെ, ഇനി നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, ഇനി ഇതുപോലെ വലിയ വലിയ വിജയങ്ങൾ ജീവിതത്തിൽ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.